എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഇന്നത്തെ നമ്മുടെ ഈ ജീസസ് എവരിയുടെ എപ്പിസോഡ് 500-ാമത്തേതാണ്. കഴിഞ്ഞ നീണ്ട നാളുകൾ ഞങ്ങളെ ശ്രദ്ധിച്ച, ഒരു വർഷത്തിലധികം ഈ ജീസസ് എവരിഡേ എന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. കർത്താവിൻ്റെ വലിയ കൃപ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനം കൊണ്ട് നിങ്ങൾ നിറയട്ടെ. കേട്ട വചനങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരമായി തീരട്ടെ. ഓരോ പ്രാർത്ഥനകളിലും നിങ്ങളെ ഞങ്ങൾ വഹിക്കുന്നു. പ്രത്യേകിച്ച് പ്രൈസ് ജനറേഷൻ ഫെലോഷിപ്പ് നിങ്ങളോട് വളരെ കടപ്പാടുള്ളവരാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാവിധ ആത്മീക ഭൗതിക കൂട്ടായ്മയ്ക്ക് എല്ലാറ്റിനുമായിട്ട് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് 501-ാമത്തെ എപ്പിസോഡ് മുതൽ വീണ്ടും ഈ പ്രാർത്ഥനയെ നമുക്ക് അടുത്ത ദിവസം മുതൽ വീണ്ടും ആയിരക്കണക്കിന് ജനങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക് വിടുതൽ കൊടുക്കുന്ന സന്ദേശങ്ങളെ നമുക്ക് റിലീസ് ചെയ്യുവാൻ ഇനിയും കർത്താവ് കൃപ തരട്ടെ. പ്രത്യേകിച്ച് ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിവസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന ശനിയാഴ്ച വരെയും തുടരുന്നു. കുട്ടികളെ പറഞ്ഞു വിടുക. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ഈ അവധിക്കാലത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പുണ്ട്. കടന്നു വരണം. കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. അണയാത്ത ഒരഗ്നിയായി കത്തുവാൻ നിന്നഗ്നിയെ പകരണമേ. വിളങ്ങിടുന്ന ഒരു ജ്യോതിസായി മാറുവാൻ നിന്നഗ്നിയെ പകരണമേ. ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ ഉപയോഗിക്കണേ ഇനിയും എന്നെ ഉണർവിനായി, ഉപയോഗിക്കണേ. യേശുവേ, ഞങ്ങളെ ഉണർവിനായി ഉപയോഗിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഈ കാലഘട്ടത്തിൽ അങ്ങ് വെച്ചിരിക്കുന്ന അന്ത്യകാല ഉണർവിനായി ഞങ്ങളെ ഉപയോഗിക്കണമേ. ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ ഉപയോഗിക്കണേ കർത്താവേ. അങ്ങ് എന്തെല്ലാം വെച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളെ ഒന്ന് കൂട്ടണമേ, ഞങ്ങളെ ഒന്ന് ഇൻവോൾവ് ചെയ്യണമേ അപ്പാ. അണയാത്തൊരു അഗ്നി ഞങ്ങളിൽ കത്തട്ടെ, അണയാത്തൊരു
ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. തിയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തും ഉപദേശിച്ചും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവിടെ നമ്മൾ കണ്ടത് അവൻ ചെയ്തും ഉപദേശിച്ചും ആയ കാര്യങ്ങൾ. കർത്താവ് ചെയ്തതാണ് ഉപദേശിച്ചതിനേക്കാൾ അനേക മടങ്ങ്, വേണമെങ്കിൽ 1000 മടങ്ങിലധികം എന്ന് പറഞ്ഞാലും അതിശയോക്തിയല്ല. കാരണം യേശു പറഞ്ഞതിനേക്കാൾ വളരെയധികം പ്രവർത്തിച്ചു. യേശു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ്. യേശുവിൻ്റെ വാക്കുകൾ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമാണ്. യേശു ഒരു കാര്യം ഏറ്റാൽ ആ കാര്യത്തിൽ 100% വിടുതലാണ്. അതുകൊണ്ടാണ് യേശുവിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് 100-ൽ 100% വിടുതലുണ്ട്, അനുഗ്രഹമുണ്ട്. അവിടെ നമ്മൾ വായിച്ചത് അവൻ ചെയ്തും ഉപദേശിച്ചതുമായ ചരിത്രം. അപ്പോസ്തലപ്രവൃത്തി 10:38 വായിക്കുമ്പോൾ, നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തും അവൻ നന്മ ചെയ്തും ഭൂതങ്ങളെ പുറത്താക്കിയും രോഗികളെ സൗഖ്യമാക്കിയുമായി സഞ്ചരിച്ച കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞാണ് പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ ദൈവവചനം പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ കർത്താവ് നന്മ ചെയ്യാനുള്ള അഭിഷേകമാണ് പ്രാപിച്ചത്. ചെയ്യാനുള്ളത്. ക്രിസ്തീയ ജീവിതം കുറെ പറയാനുള്ളതല്ല, പ്രവർത്തിക്കാനുള്ളതാണ്. ജനങ്ങൾക്ക് എന്തൊക്കെയോ കൊടുക്കാനുള്ളതാണ്. ഇതൊരു വിടുതലിൻ്റെ സന്ദേശമാണ്. ദൈവവചനം വിടുവിക്കുന്നതാണ്, ദൈവവചനം സൗഖ്യമാക്കുന്നതാണ്, ദൈവവചനം ഉയർത്തുന്നതാണ്. അപ്പോൾ ഈ സത്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ കർത്താവ് കൂടുതൽ കൃപ തരട്ടെ. അവിടെ നമ്മൾ വായിച്ചത് ഉപദേശിച്ചതിനേക്കാൾ കർത്താവ് ചെയ്യാൻ കാരണമായി. യോഹന്നാന്റെ സുവിശേഷം 21:25 വാക്യം, യേശു ചെയ്തത് എഴുതുവാൻ സാധ്യമല്ലെന്ന്, അത്രയുമുണ്ടെന്ന്. യേശു പറഞ്ഞത് എഴുതാൻ വളരെ എളുപ്പമായിരുന്നു. യേശു ചെയ്തത് എഴുതാൻ പോലും കഴിഞ്ഞില്ല. അത്രയും കാര്യങ്ങൾ കർത്താവ്
ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. യേശു എവിടെയെങ്കിലും പോയാൽ പോകുന്ന വഴിക്ക് ആരെങ്കിലും വിളിച്ചാൽ ആ വഴിക്ക് പോവുകയാണ്. അതിനിടയിൽ ആരെങ്കിലും വന്ന് വസ്ത്രത്തെ തൊട്ടാൽ അവിടെ നിൽക്കുകയാണ്. പോകുന്ന വഴിക്ക് എരിഹോവിലെത്തിയപ്പോൾ ഒരു ഭർത്യമായി ഉറക്കെ നിലവിളിച്ചു. ഉടനെ യേശു അവിടെ നിന്നു, അവനെ വിളിക്കാൻ പറഞ്ഞു, അവനെ വിടുവിച്ചു. യേശുവിന് ശബത്തെന്നില്ല, സാധാരണ ദിവസമെന്നില്ല. 7 ദിവസവും ഒരുപോലെയാണ്. എല്ലാ ദിവസവും യേശു പ്രവർത്തിക്കുകയാണ്. പരീശന്മാർ വന്ന് പറഞ്ഞു, ഇന്ന് ശബത്താണ്, ഇന്ന് പ്രവർത്തിക്കാൻ പാടില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, പിന്നെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കാതിരിക്കും? കാരണം എൻ്റെ പിതാവിന് ശബത്തില്ല, അതുകൊണ്ട് എനിക്ക് ശബത്തില്ല. എൻ്റെ പിതാവ് ഇന്ന് പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവ് കൂന് നിവർത്തുന്നു, വരണ്ട കയ്യെ സൗഖ്യമാക്കുന്നു. എൻ്റെ പിതാവ് തളർവാദ രോഗികളെ എഴുന്നേൽപ്പിക്കുന്നു. എൻ്റെ പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നു. എൻ്റെ പിതാവ് എന്ന് ചെയ്യുന്നുവോ അന്ന് ഞാനും ചെയ്യും. ഞാൻ ശബത്തിനും കർത്താവാണ്, യേശു പറഞ്ഞു. അതൊന്നും അവർക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാകുന്ന ഒരു ഗ്രൂപ്പ് അല്ലായിരുന്നു അവർ. അവരുടെ ഹൃദയം അതികഠിനമായി പോയി, പാപത്താൽ കഠിനപ്പെട്ടു പോയ മനുഷ്യരായിരുന്നു അവർ. അവർക്ക് സ്വന്തത്തിലേക്ക് വന്ന കർത്താവിനെ സ്വന്തം കർത്താവായി കാണാൻ കഴിഞ്ഞില്ല. അത് അവരുടെ ഏറ്റവും വലിയ അബദ്ധമായിരുന്നു. എന്നിട്ടും യേശു അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ട് യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ കാക്കുന്നത് പോലെ കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. അതായത് നിങ്ങളെ മുഴുവനും സംരക്ഷിക്കാൻ എനിക്ക് കഴിയും, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും, നിങ്ങളെ വിടുവിക്കാൻ എനിക്ക് കഴിയും, നിങ്ങളെ സകല കണ്ണുനീരും തുടയ്ക്കാൻ എനിക്ക് കഴിയും, നിങ്ങളെ മുഴുവൻ സ്തുതികൾ മാറ്റാൻ എനിക്ക് കഴിയും, നിങ്ങളുടെ മുഴുവൻ കുടുംബങ്ങൾക്കും വ്യക്തികൾക്ക് സമാധാനം തരാനുള്ള സമാധാനം എൻ്റെ പക്കലുണ്ട്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുത്ത് വാ, നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. കർത്താവ് പറഞ്ഞ വാക്കുകൾക്ക് 2000 വർഷം കഴിഞ്ഞിട്ടും മാറ്റമില്ല. കാരണം യേശുവിൻ്റെ അടുക്കൽ വരുന്ന ജനലക്ഷങ്ങൾ സൗഖ്യമാകുന്നു, സമാധാനം പ്രാപിക്കുന്നു, സന്തോഷമുള്ളവരാകുന്നു, സ്വസ്ഥതയുള്ളവരാകുന്നു, പാപത്തിൽ നിന്ന് വിമോചനം ലഭിക്കുന്നു. മനസാക്ഷിയുടെ കുറ്റബോധത്തിൻ്റെ മനസാക്ഷിയുടെ തടവറകളിൽ നിന്ന് പലരും സ്വതന്ത്രമാകുന്നു. തകർന്ന കുടുംബ ജീവിതം പണിയപ്പെടുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുന്നവരെല്ലാം ഫ്രീ ആകുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 17 മുതൽ വായിക്കുമ്പോൾ യേശു ദേവാലയത്തിൽ ചെന്ന് പുസ്തകം തുറന്ന് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം വായിച്ചിട്ട് പറയണം, ഈ തിരുവെഴുത്തിന് നിവർത്തിയായി ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും, ഇതെല്ലാം ഇതിനു വേണ്ടിയുള്ളതെല്ലാം എൻ്റെ മേലുണ്ട്. എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, എന്നെ അതിനായിട്ട് അയച്ചിരിക്കുന്നു. വെറുതെ പ്രസംഗിക്കാൻ മാത്രമല്ല, അവർക്കുള്ള വിടുതലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പം യേശുവിൻ്റെ അടുക്കൽ വരുന്നവർക്ക് വെറും വചനം മാത്രമല്ല, വിടുതലും ഉറപ്പാണ്. ഇന്നത് കേൾക്കുന്ന എല്ലാവരും അറിയണം, യേശു പറയുന്നതിനേക്കാൾ 1000 മടങ്ങ് 10000 മടങ്ങ് പ്രവർത്തിക്കുന്ന കർത്താവാണ്. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഭീകരമായ പ്രശ്നങ്ങളില്ലേ, കോടികളുടെ സാമ്പത്തിക ബാധ്യത, അത് കർത്താവിന് ഒരു സെക്കൻഡ് പോലും വേണ്ട. ഇന്ന് നിങ്ങളിൽ പലരും കടന്നു പോകുന്ന മാരകമായ രോഗങ്ങൾ, ഡോക്ടർമാർ കൈവിട്ടെന്ന് പറയുന്ന, ഇനി ഒരു സാധ്യതയില്ലെന്ന് പറയുന്ന കാര്യമില്ലേ, കർത്താവ് പറയും, എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കുക, സെക്കൻഡുകൾക്കുള്ളിൽ വിടുതലാണ്. ഇതൊരു ദൂതായി ഇന്ന് ഇത് ഏറ്റെടുക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ രോഗ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. ഇതൊരു ദൂതായി ഏറ്റെടുത്തവർ നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾക്ക് മുകളിൽ നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ച് കയറും. എത്ര വലിയ സാമ്പത്തിക ബാധ്യതയും കർത്താവ് മാറ്റിമറിക്കും. എത്ര വലിയ ശാരീരിക പ്രശ്നങ്ങളെയും കർത്താവ് കൈകാര്യം ചെയ്യും. ഏത് അഡിക്ഷനിലാണ് നിങ്ങൾ? ഏത് മാനസിക തകർച്ചയിലാണ്? ഫോണിന് അഡിക്റ്റ് ആണോ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണോ? അതിൽ നിന്നെല്ലാം ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. യേശുവിന് മാത്രമേ നമ്മളെ മുഴുവനുമായിട്ട് രക്ഷിക്കാൻ കഴിയൂ. നിശ്ചയമായിട്ടും അത് എത്ര വലിയ വിഷയമാണെങ്കിലും
കർത്താവ് നമുക്ക് വേണ്ടി ആ കാര്യം ചെയ്യും. തിയോഫിലോസേ, നീ അറിയണം, കർത്താവ് പ്രവർത്തിച്ചും ഉപദേശിച്ചും കൊണ്ട് നടന്ന കാര്യങ്ങൾ, അതാണ് സുവിശേഷം. ഒന്ന്, കർത്താവ് പ്രവർത്തിച്ചു. അപ്പൊ പ്രവർത്തിക്കുന്ന കർത്താവ്. നമുക്കറിയാം, പഴയ നിയമത്തിലെ മോശ, പഴയ നിയമത്തിലെ ഏറ്റവും വലിയ ഒരു പ്രവാചകൻ. അതുപോലൊരു പ്രവാചകൻ പഴയ നിയമത്തിൽ ഉണ്ടായിട്ടില്ല. ആ പ്രവാചകൻ പറഞ്ഞു, എന്നെ പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുക. അവൻ പറയുന്ന സകല വാക്കിൽ നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ഈ പറഞ്ഞ മോശ താനൊരു വിക്കനായിരുന്നു, തനിക്ക് അധികം സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. എന്നാൽ ദൈവം തനിക്ക് വലിയ പ്രവർത്തികൾ കൊടുത്തു. താൻ പോയിടത്തെല്ലാം ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കാൻ ദൈവം അദ്ദേഹത്തിന് കൊടുത്തത് ചെറിയ വാക്കുകളും വലിയ പ്രവർത്തികളുമായിരുന്നു. ഇതുപോലെ ദൈവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ വാക്കുകൾ കുറവാണ്, പ്രവർത്തി വലുതാണ്. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഉണ്ടാകട്ടെ, ഒറ്റ വാക്കുകൊണ്ട് ഓരോന്നും ഉണ്ടായി വരികയാണ്. 6 ദിവസം കൊണ്ട് സകലതും ഈ കാണുന്ന പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയും ആകാശത്തിലും എല്ലാം ഉളവായി വരികയാണ്. എങ്ങനെ ഉണ്ടായി? ഇതെല്ലാം എങ്ങനെയാണ് ഉളവായത്? വാക്കുകളാൽ. ഒറ്റ വാക്ക്, ചെറിയ വാക്കുകൾ, വലിയ പ്രവർത്തികൾ. മനുഷ്യനോ വലിയ വാക്കുകൾ, ചെറിയ പ്രവർത്തികൾ. ദൈവത്തിൻ്റെ പ്രത്യേകത ചെറിയ വാക്കുകളേ ഉള്ളൂ, എന്നാൽ വലിയ വലിയ പ്രവർത്തികൾ കർത്താവ് ചെയ്യും. വെറും 5 അപ്പം 2 മീനും കിട്ടിയാൽ മതി. 5000 പുരുഷന്മാർ മാത്രം, സ്ത്രീകളും കുട്ടികളും കൂടാതെ കഴിച്ച് തൃപ്തരായെങ്കിൽ, ചെറിയ വാക്കുകൾ, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പേൻ. ചെറിയ വാക്കുകളിലൂടെ വലിയ അത്ഭുതങ്ങൾ. കാനാവിൽ നടന്ന അത്ഭുതങ്ങളും ആ അത്ഭുതം ആ വീട്ടിൽ നടന്നതും എന്താണ്? കോരി നിറപ്പിൻ, കൊണ്ടുപോയി കൊടുപ്പിൻ. 2 വാക്ക് പറഞ്ഞപ്പോഴേക്കും അവിടെ അത്ഭുതം അതിശയകരമായിട്ട് നടന്നതായിട്ട് നമ്മൾ, ആ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയുള്ള അതിശയങ്ങൾ നടന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത്രയും നല്ലത് നീ ഒടുവിൽ സൂക്ഷിച്ചല്ലോ എന്ന് മണവാളനോട് വിരുന്നുവാഴി പറയത്തക്ക രീതിയിൽ അവിടെ അത്ഭുതം നടന്നു. മണവാളന് ക്രെഡിറ്റും കിട്ടി. കർത്താവ് നേരത്തെ വീട്ടിലും പോയി. ക്രെഡിറ്റ് മുഴുവനും ക്ഷണിച്ച വീട്ടുകാരന് കിട്ടി. ഇതുപോലെ യേശുവിനെ ക്ഷണിച്ച ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ മാന്യത ഉണ്ടാകുന്ന രീതിയിൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഒടുവിൽ പുറത്തെടുക്കുന്ന ഒരു കർത്താവുണ്ട്. വിശ്വസിക്കുക. ഇന്നുവരെ നിങ്ങൾ കാണാത്ത നന്മ, ഇന്നുവരെ നിങ്ങൾക്ക് ഇല്ലാത്ത ഉയർച്ച, ഇന്നുവരെ നിങ്ങൾ അനുഭവിക്കാത്ത പല പദവികളും ദൈവം നിങ്ങൾക്ക് തരും. പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ വലിയ ഷിഫ്റ്റ് നടക്കുന്നത്. ഇന്ന് ചെറിയ ബിസിനസ് ചെയ്യുന്നവർക്ക് കർത്താവ് പുതിയ ആലോചന തരും, പുതിയൊരു ചിന്ത കൊടുക്കും. ആ ഒരൊറ്റ ചിന്ത കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറിമറിയും. എത്ര വലിയ കടക്കണിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരും. കർത്താവിനൊന്നും അസാധ്യമല്ല. മാനസിക സംഘർഷങ്ങളിൽ നിന്ന് പുറത്തു വരും, ഉറക്കമില്ലായ്മയിൽ നിന്ന് പുറത്തു വരും. കർത്താവിന് ഒന്നും അസാധ്യമല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവർക്കും വലിയ ദൈവപ്രവൃത്തി കാണാനിടയാകണം. കർത്താവേ, അങ്ങ് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഈ വീടുകളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ 500ാമത്തെ എപ്പിസോഡിൽ ശ്രദ്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കട്ടെ, വീര്യപ്രവർത്തികൾ നടക്കട്ടെ, ദൈവശക്തി വ്യാപരിക്കും, പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തികൾ ഉണ്ടാകട്ടെ, സൗഖ്യങ്ങൾ യേശുവിൻ നാമത്തിൽ നടക്കട്ടെ, മാനസിക സംഘർഷങ്ങൾ വിട്ടുമാറും. കുടുംബജീവിതം എന്ന അതിശ്രേഷ്ഠമായ ദൈവിക പദ്ധതിയെ തകർക്കുന്ന എല്ലാ പിശാചിന്റെ പ്രവർത്തികളും അഴിഞ്ഞു മാറട്ടെ. ഈ ആഴ്ചയിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ കൃപയിൽ നമുക്ക് നിറയാം. നാളെ നമുക്ക് വീണ്ടും ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.